ബെടെക്സിന്റെ ഷോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കരീഷ്മയുടെ മിസ്സിംഗ് കംപ്ലൈന്റ് ആണ്. അതുപോലെ തന്നെ വണ്ടി പവർ ലോസ് ആണെന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാർബറേറ്റർ ഏതൊരു ലോക്കൽ കാർബറേറ്റർ ആണ്. ഒരു 225 cc കാർബറേറ്റർ, 200 cc അത്ര വലിപ്പമുള്ളൂ. ഇതാണ് ഇതിന്റെ ഒറിജിനൽ കാർബറേറ്റർ. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാർബറേറ്ററിന്റെ കംപ്ലൈന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് റീപ്ലേസ് ചെയ്യാൻ വിചാരിച്ചു. സംഭവം വാങ്ങി റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്ന കാർബറേറ്റർ ഒരു ചെറിയ കാർബറേറ്റർ ആണ്. പുറത്തെ അതർ ബ്രാൻഡ് കാർബറേറ്റർ ആണ്, കമ്പനി സാധനമല്ല. ഒരു മാസം മുന്നെയാണ് ഇത് മാറ്റിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് വണ്ടി കംപ്ലൈന്റ് തുടങ്ങിയത്. വലിയ കുറവാണ്, അതുപോലെ തന്നെ മൈലേജ് ഷോർട്ട് ഉണ്ട്, ഓവർഫ്ലോ ഉണ്ട്, അങ്ങനെയാണ് കസ്റ്റമർ പറഞ്ഞത്. നോക്കുമ്പോൾ ഇതേമാരത്തെ കാർബറേറ്റർ ഒന്നും ഒരിക്കലും നമ്മൾ ഈ ഒരു 200 cc മുകളിലുള്ള ഒരു വാഹനത്തിലും ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കമ്പനി പറയുന്ന അത് മൈലേജും അതുപോലെ തന്നെ ആ പവർ ഒരിക്കലും കിട്ടൂല. ഈ ഒരു കാർബറേറ്റർ ഇതിനെ ഒരു മാസം മുന്നേ ചേഞ്ച് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ കസ്റ്റമർ തന്നെ ഇതിന്റെ ഒറിജിനൽ കാർബറേറ്റർ ഞങ്ങളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് മൈലേജ് അതുപോലെ തന്നെ കറക്റ്റ് പിക്കപ്പ് എല്ലാം കറക്റ്റായി കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങും ഒരു കംപ്ലൈന്റ് ഇല്ല, കറക്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. കഴിഞ്ഞതും ഒറിജിനൽ സാധനം മാത്രം ഉപയോഗിക്കുക, ഒറിജിനൽ കാർബറേറ്റർ മാത്രം ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഒറിജിനൽ സ്പെയർ പാർട്സ് മാത്രം ഉപയോഗിക്കുക. എന്നാലേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.